നിന്നോട് പറഞ്ഞാലോ ഈ കാവിന്റെ പരിസരത്ത് വന്നു പോരുന്നു. നിന്നെ പോലെയുള്ള കേരള സ്ഥലമല്ലാണ് ഇത്. ഇറങ്ങി പോടാ. ചേട്ടാ ഒരു ചായ. നിനക്ക് അങ്ങോട്ട് മാറിയിരിക്കാൻ പാടില്ലേ? ഞാനിവിടെ ഇരുന്ന് എന്താണ് ചേട്ടാ പ്രശ്നം? നിന്നോടല്ലോ പറ മാറിയിരിക്കാൻ. എന്താ പ്രശ്നം? എന്താ ഇവനെ കണ്ട ചീഞ്ഞാറ് ശവമൊക്കെ വാരിയിട്ട് ഇവിടെ വന്നിരിക്കും. ഇവനോട് മാറിയിരിക്കാൻ വേണ്ടി മാറിയിരിക്കണല്ല. വല്ല അസുഖം നമുക്ക് പിടിക്കൂലേ? ചേട്ടാ ഞാൻ രാവിലെ വിളിച്ച് കാവിലൊക്കെ തൊഴിട്ടാണ് വന്നത്. നീ കുളിച്ചു പോയിട്ട് കാവിപ്പെട്ട് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ചേട്ടാ ഒന്ന് മറിയ. എന്താ പ്രശ്നം? എടാ ഇവനെ നിനക്കറിയാൻ പാടില്ലേ? അറിയാം. എന്താ നിന്റെ പൈസ വല്ല മാഴിച്ച? അല്ലടാ. പിന്നെ നിന്റെ എന്തെങ്കിലും മോഷിച്ച? എടാ ഇവനോടെ ഇവിടെ അങ്ങോട്ട് മാറിയിരിക്കാൻ വേണ്ടി മാറിയിരുന്നില്ല. എടാ ഇവന്റെ തൊഴിലിനൊക്കെ അറിയാല്ല. ശവംഭാരിയല്ലേ ഇവൻ? അതെ, അവനെൻ്റെ തൊഴിലല്ലേ ഇത്. അതിനിപ്പോൾ എന്താ പ്രശ്നം? എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങളും ഞാനും എല്ലാവരും തൊഴിൽ ചെയ്താൽ ജീവിക്കണം. അതുപോലെ അവൻ്റെ തൊഴിൽ ചെയ്താൽ ജീവിക്കുന്നു. അല്ലടാ ഇവൻ ഈ ചീഞ്ഞാറ് ശവമൊക്കെ വാരി നമുക്ക് പോലെ അസുഖം പിടിക്കൂലേ? എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് ഇപ്പോൾ 20 രൂപ ബസ് കിട്ടിയിട്ടില്ലേ? നീ എന്താ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കോ? ഗിരിയേട്ടാ, നിങ്ങളെ ഇവന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ചേട്ടാ. നിങ്ങൾക്ക് എപ്പോഴാണ് ഇവൻ വെറുക്കപ്പെട്ടവനായത്? അല്ല, നിങ്ങൾ മറന്നുപോയെങ്കിൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. നിങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു. മറ്റുള്ള കുട്ടികളുടെ കൂടെ കൂട്ടുകൂടിയാ അവൻ ചീത്തയായി പോകുമെന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിട്ട് പട്ടിയെ വളർത്തുന്ന പോലെ അവനെ വളർത്തി. പഠിത്തം, പരീക്ഷ, റിസൾട്ട് എന്ന് പറഞ്ഞ് പ്രഷർ കൊടുത്ത് അവസാനം ആ പ്രഷർ താങ്ങാതെ ആ ചെക്കൻ ഇവിടുത്തെ പാറമട കുളത്തിൽ ചാടി ചത്ത്. 3-ാം പക്കം അവൻ്റെ ചീഞ്ഞളിഞ്ഞ ശവശരീരം കണ്ട് നിങ്ങളുടെ കുള ഈ നാട്ടുകാർ മൊത്തം മൂക്കുകൊത്തി മാറി നിന്ന്. അന്ന് ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ശവം അവിടെ നിന്ന് എടുത്ത് സംസ്കരിക്കാനായിട്ട്. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഇവൻ വെറുക്കപ്പെട്ടവനായത്? ഞങ്ങൾ കുറച്ച് മാന്യന്മാരിവിടെ ഉണ്ടേ. നീയാണോ മാന്യൻ? ഒന്ന് പകല് കണ്ടു കഴിഞ്ഞാൽ കാണാം നിന്റെ മാന്യതയുടെ മുഖം മൂടി. നീ എന്നെ കൊണ്ട് കൂടുതൽ വിളമ്പിക്കല്ലേ. വിളമ്പിച്ചാൽ നീ നാറും. എൻ്റെ പൊന്നു നാട്ടുകാരെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിവനെ സ്നേഹിക്കണം, ബഹുമാനിക്കണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു മനുഷ്യജീവിയോട് കാണിക്കാവുന്ന പരിഗണന അത് നിങ്ങൾ ഇവന് കൊടുക്കണം. ഇനി അതുമല്ല നിങ്ങളെ തീരുമാനമെങ്കിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ ഇവിടെ നിന്ന് തന്നെ ആഹാരം കഴിക്കും. ഇവൻ ഇവിടുത്തെ കാവിൽ തന്നെ കുളിച്ച് തൊഴുകയും ചെയ്യും. ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പം പറയണം. എന്നോട് എന്തിനാ ചേട്ടാ ഈ നാട്ടുകാർക്ക് ഇത്ര വെറുപ്പ്? ഒരു നേരത്തെ വിശപ്പടക്കാൻ ഇത്തിരി ഭക്ഷണം മോഷിച്ചവനെ തല്ലിക്കുന്ന നാടായത്. അതുകൊണ്ട് എനിക്കിതിൽ വല്ല അത്ഭുതവും തോന്നുന്നില്ല. ചേട്ടാ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. മണ്ണിൽ